നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പലരും വന്ന് കമന്റായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് നമ്മളൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്ന സമയത്ത് ഫ്രണ്ടിലെ വാഹനത്തെയും ലെഫ്റ്റ് സൈഡിലെ വാഹനത്തെയും നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വാഹനത്തെയും തട്ടാതെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഓവർടേക്ക് ചെയ്ത് നമുക്ക് ലെഫ്റ്റിലേക്ക് പിടിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആയിട്ട് എല്ലാ ജില്ലയിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്ന ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പഠിപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് ശേഷം നിങ്ങളുടെ പ്രാക്ടീസ് വരെ പ്രായം കൊണ്ട് നിർത്തിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വിടേണ്ട എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു വാഹനം വരുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ വാഹനത്തിൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനത്തിൽ തട്ടാതെ കൃത്യമായിട്ട് എങ്ങനെ ലെഫ്റ്റ് സൈഡോട്ട് ആക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തെ, നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന വാഹനത്തെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ നേരെ തന്നെ, ഇപ്പൊ കണ്ടില്ല, നേരെ തന്നെ നോക്കിയിരിക്കുന്നു. ആ വാഹനം വന്നതിന് നിങ്ങളുടെ കണ്ണിന് ഈ വണ്ടി മറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യാവും? നിങ്ങൾ ലെഫ്റ്റോട്ട് പിടിക്കാവും. അതല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളിപ്പോ ഈ ഓവർടേക്ക് ചെയ്യുന്ന വാഹനം ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കയറി വരുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് പിടിക്കരുത്. ഈ ലെഫ്റ്റിലേക്ക് പിടിച്ചാൽ എന്ത് സംഭവിക്കും? ലെഫ്റ്റ് സൈഡ് തന്നെ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളിപ്പോ ഓരോ ഓവർടേക്ക് ചെയ്യുന്ന ഒരു വണ്ടി നമ്മുടെ കണ്ണിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ നോക്കണ്ട, നിങ്ങൾ നേരെ തന്നെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് മറയും. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി നിങ്ങളുടെ കണ്ണിൽ നിന്ന് മറയും. ആ മറയുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് തിരിക്കുക. അപ്പൊ പലർക്കും ഒരു സംശയം തോന്നും, നമ്മളിപ്പം ഈ മറയുന്നതിനും വരെ മുൻപോട്ട് കയറി പോയി കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടി നമ്മൾ തട്ടില്ലേന്ന്. അപ്പൊ നമ്മളിപ്പോ ഇതിലിപ്പോ ഓവർടേക്ക് ചെയ്തുകൊണ്ടില്ലേ, ഈ ഓവർടേക്ക് ആ വണ്ടി കണ്ട് നമ്മൾ ഇങ്ങോട്ട് പിടിക്കണ്ട. അപ്പൊ നമ്മൾ അതിലൂടെ പോകാനുള്ള കാരണം എന്താ? ഇപ്പൊ ആ വണ്ടി ഇങ്ങനെ ചാടി വരാനുള്ള കാരണം എന്താ? നമ്മുടെ വണ്ടി വന്നിട്ടും അപ്പുറത്തോടെ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവര് കയറി വരുന്നത്. അപ്പൊ നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡിൽ കിടന്ന് വരുന്ന വണ്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് അങ്ങനെ സംഭവിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലെ വാഹനങ്ങളെയാണ്. ഉദാഹരണത്തിന് അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്കിപ്പോ ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടപ്പുണ്ട്, നിങ്ങൾ ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാന്ന് കൂട്ടിക്കോ. നമ്മളപ്പോ ഓവർടേക്ക് വരുന്ന കണ്ടോണ്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് നമ്മൾ റൈറ്റ് ആക്കി. ഇപ്പൊ അവിടുന്ന് ഈ ഒരു ഓട്ടോ വരുന്ന കണ്ടോണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? പെട്ടെന്ന് ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങോട്ട് പിടിച്ച് ചെയ്യുന്നുണ്ട് ഈ വണ്ടി തട്ടും. നിങ്ങൾ ഈ ഒരു പരുവത്തിന് തന്നെ കയറി പോവാ. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഈ വണ്ടി മറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യാവും? കണ്ണിൽ നിന്ന് മറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡോട്ട് വരും, ആ വണ്ടി തട്ടത്തില്ല. ഇപ്പൊ ഞാൻ പിടിച്ച ഉദാഹരണം കണ്ടില്ലേ? അല്ല, നിങ്ങൾ ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി എന്ത് ചെയ്യരുത്? ആ വണ്ടി വരുന്ന കണ്ടോണ്ട് നിങ്ങളുടെ ഫ്രണ്ട് മാത്രം ഇറങ്ങുന്ന കണ്ടുണ്ട്, ഈ ഫ്രണ്ട് മാത്രം കൊണ്ട് കയറിയപ്പോഴും ആ വണ്ടി വരുന്ന കണ്ടോണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചാൽ സംഭവിക്കും, ഈ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടിയെ തട്ടും. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ കണ്ണി, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ നേരെ തന്നെ നോക്കി. നിങ്ങളുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യാവും? അതുവരെ നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകാം. അപ്പൊ അത്രയും നമ്മൾ കയറുന്ന സമയത്ത് അപ്പുറത്തോടെ ആ വണ്ടി സ്പീഡിൽ വരാനുള്ള കാരണം അതിനുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മളപ്പോ ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാണെങ്കിൽ അവർ സ്ലോ ചെയ്യുമോ അല്ലാണ്ട് നിർത്തുകയാണെന്നുള്ള അവർ ഇതിലൂടെ പോകാനുള്ള ഗ്യാപ്പ് ഇല്ലാതെ അവരവിടെ നിർത്തും. അതല്ലാതെ നിർത്താതെ തന്നെ അധികം എന്നെ ഇടിക്കുമല്ലോ, പെട്ടെന്ന് വണ്ടി വരുന്നുണ്ടല്ലോ, അത് വരാനുള്ള കാരണം അതുവഴി പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിട്ടാണ്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ വരുന്ന വണ്ടി കയറി വരുന്ന കാരണം നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ കയറി വരാനുള്ള കാരണം അവിടെ ഗ്യാപ്പ് ഉണ്ടായിട്ടാണ്. അഥവാ വണ്ടി കയറി വരുന്നില്ലെങ്കിൽ ഇതിലൂടെ ഗ്യാപ്പ് ഇല്ല. അപ്പൊ നമ്മൾ കയറി പോയതിനു ശേഷം എന്ത് ചെയ്യും? അവർ വരുള്ളൂ. അപ്പൊ നമ്മൾ കയറുന്ന വരെ എന്ത് ചെയ്യണം? ആ വണ്ടി എല്ലാം അവിടെ നിർത്തിയല്ലോ, നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം. നമ്മൾ പെട്ടെന്ന് വെട്ടിക്കാതെ നമ്മുടെ കണ്ണിൽ ഈ വണ്ടി മറയുന്ന വരെ നിങ്ങൾ നേരെ തന്നെ എന്ത് ചെയ്യുക? വണ്ടിയുടെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ലെഫ്റ്റോട്ട് ആയി കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോഴും രണ്ട് സൈഡും ജഡ്ജ് ചെയ്ത് തട്ടാതെ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ച് നമുക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായി. ഇങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്നെ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് കമന്റായിട്ട് തന്നെ ചോദിക്കാം. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം, നിങ്ങളെ എന്നാണോ ഒന്നും വിചാരിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയിട്ടിരിക്കുന്ന വീഡിയോസ് ആണ്. യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഈ ഒരു പേര് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം നിങ്ങൾ എതുവഴി കണ്ടാലും നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നല്ലൊരു ടോപ്പിക്കുമായി എന്തോരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ